ഒരു മനുഷ്യൻ്റെ കാഴ്ച മാത്രമായിട്ടല്ല അതിനെ കാണുന്നത്. അതൊരു ലോകത്തിൻ്റെ വീക്ഷണം കൂടിയുണ്ട്. സജീവമായിട്ട് ഉള്ളിലുള്ള മധുസൂദനൻ നായർ എന്ന കവിയുടെ മനസ്സിലുള്ള, ഹൃദയം കൊണ്ട് കവിത എഴുതുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള കവിതയും കവിത്വവും അതിനകത്തേക്കുണ്ട്. ആ കവിത വന്ന കാലം മുതൽ ഞാൻ പലപ്പോഴും സാറിനോട് വീണ്ടും ചോദിക്കുന്നത്, ഞാൻ ഒറ്റ ചോദ്യത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. സാർ, ഈ മുമ്പ് ഇത് എഴുതുമ്പോഴൊക്കെ നമ്മുടെ ആശങ്കകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്കകൾക്ക് വലിയ തോതിലുള്ള മാറ്റമൊന്നും ഉണ്ടായതായിട്ട് എനിക്കൊന്നും തോന്നും. പക്ഷേ എന്നാൽ പോലും ചിലയിടങ്ങളിലൊക്കെ എവിടെയൊക്കെയോ കവിത കൊണ്ടും ജീവിതം കൊണ്ടും നമ്മൾ പറയുന്ന വാക്കുകൊണ്ടുമൊക്കെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ സാറിന്? ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തിരി ഏറി വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, അടുത്ത കാലത്ത് ചില കുട്ടികളെ കാണുമ്പോൾ അവരറിയാതെ, കൊച്ചുകുട്ടികൾ ഇതിലെ 2 വരി എന്നെ കേൾപ്പിക്കുന്നു. ശരിക്കും മധുവാല് പറഞ്ഞ കവിതയുടെ സാഫല്യം എങ്ങനെയാണ്, എന്താണ് എന്ന് കുഞ്ഞുങ്ങളിൽ കൂടെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്ത് ഒരു 2 മാസം മുമ്പ് സാഹിത്യ അക്കാദമി ഹാളിൽ തൃശ്ശൂർ നാറാണത്ത് ഭ്രാന്തൻ്റെ 40 വർഷം എന്ന് പറയുന്ന ഒരു സമ്മേളനം ഒരു മുഴുവൻ ദിവസം ഉണ്ടായിരുന്നു. നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണ് നിറച്ചത് കുഞ്ഞുങ്ങളുടെ പ്രതികരണമാണ്. ചെറുപ്പക്കാരുടെയും കൗമാര ദശയിലുള്ള കുട്ടികളുടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയും പ്രതികരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കവിത അകത്ത് കയറി അധികം പിടിവാശിയോ അധികം ഇരുട്ടോ ഇല്ലാത്ത മനസ്സുകളിൽ അകത്ത് കയറി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഒരു സാഫല്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. സാറ് കവിത എഴുതിയ സമയത്ത്, നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു കാലത്ത്, തീർച്ചയായിട്ടും ഈ കവിത പറഞ്ഞു പോകുന്ന ഒരു ഭാഷയുണ്ട്. ഒരു പരിധി വരെ അതൊരു നാഞ്ചിനാടിൻ്റെ ഒരു സ്വഭാവം എനിക്കതിനകത്ത് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഭാഷ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില വരികളിലുണ്ട്. കാരണം ഈ എന്തുകൊണ്ട് എന്നെനിക്ക് തോന്നുന്നത്, സാധാരണ മട്ടിൽ പറഞ്ഞു പോകുന്ന സംസ്കൃത സ്വഭാവത്തിലുള്ള കവിതകളുടെയും അല്ലെങ്കിൽ മലയാള ഭാഷ അത്രമേൽ സ്നേഹത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എവിടെയൊക്കെ ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു സ്വഭാവത്തിനകത്ത് നിന്നുകൊണ്ട് കവിതയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം പറയവറ്റ പന്തിരുകുലം എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ചില കഥകൾ ഈ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളിലും ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് പലപ്പോഴും. ഞാനിത് എന്തുകൊണ്ട് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകമാണ് നമ്മൾ കവിത എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്തരം ചിന്തകൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ സംസാരിച്ച് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക്. കാരണം ഈ ഒരു 2 പ്രദേശത്തിൻ്റെ ജീവിതം. വാസ്തവത്തിൽ മധുബാല് ഒരു സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ചെറുകഥാകൃത്ത് ഒക്കെയാണ്. അതിനപ്പുറത്ത് സൂക്ഷ്മമായ ദർശനശേഷിയുള്ള ഒരു വലിയ സർഗാത്മക പ്രവർത്തകൻ കൂടിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ചോദ്യം. പലരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരുപാട് പേര് ഈ കവിത കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും ഇത് ചോദിച്ചിട്ടില്ല. ഇത് മധുബാലിൻ്റെ പൊതുവിലുള്ള ചില സംശയങ്ങൾ എന്നെ തൊടുമ്പോൾ ഏതേത് മേഖലകളിലേക്കാണ് എന്നെ ആ ചോദ്യം കൊണ്ടുപോകുന്നത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുമ്പൊരിക്കലൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ 1 മണിക്കൂർ പറയേണ്ടി വന്നു. അതുപോലെ ശരിക്കും 1 മണിക്കൂറെങ്കിലും പറയേണ്ടി വന്നു. ഇതാണ് ചോദ്യത്തിൻ്റെ വഴി. എന്നെക്കൊണ്ട് പറയുക, അത് നിൽക്കട്ടെ. മധുബാല് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാനൊരു ഉഭയഭാഷാ പ്രദേശത്ത് കഴിഞ്ഞാൽ, പക്ഷെ ഇതിന് ഉഭയഭാഷ എന്ന് പറയാമെങ്കിലും നമുക്കിരു കൂട്ടർക്കും ഒരു പൊതുഭാഷയുണ്ട്, ഒരു പൊതുജീവിതമുണ്ട്.
ആ പൊതുജീവിതത്തിൽ നിന്ന് രണ്ട് ദേശത്തിൻ്റെ ഉച്ചാരണങ്ങൾ ഭേദപ്പെട്ട് വന്നതാണ് തമിഴും മലയാളവും. രണ്ടും ഒരേ മലയിലെ ഒഴുക്കുകളാണ്. ഒരേ മലയിലെ ഒഴുക്കുകളാണ്. പലയിടത്തൂടെ ഒഴുകി വന്നു എന്നേ ഉള്ളൂ. ഭാഷയും അങ്ങനെയാണ്. നമ്മളിപ്പോൾ മൊഴിയെതിര് വെച്ച് പിണക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്. പുഴയെതിരും മൊഴിയെതിരും വെച്ച് പിണക്കങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പുഴയ്ക്കും മൊഴിക്കും അതിരില്ല എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ പൂർവ്വ സംസ്കാരം. മധുബാലി പറഞ്ഞ ഒരു വഴിക്കൂടെ ഞാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റൂടെ പറയേണ്ടി വരും. നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത എഴുതാൻ ആധാരം പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥയാണെങ്കിൽ ആ കഥയ്ക്കും ആധാരം തമിഴകത്ത് മുഴുവൻ വ്യാപിച്ചിരുന്ന വള്ളുവർ, പരണർ, പാണർ തുടങ്ങിയിട്ടുള്ള ഈ തിരുവരങ്കത്തെ പാണർ തുടങ്ങിയിട്ട് ഔവയാർ വരെയുള്ള ഒരു പൂർവ്വ സഹോദര സമൂഹം. കപിലർ. ഇത് ഒരു പൂർവ്വ സഹോദര സമൂഹമാണ്. പക്ഷേ ഒരമ്മ പെറ്റ മക്കളായിട്ടാണ് അവരുടെയും കഥ അവിടെ ഉള്ളത്. നമ്മളത് അറിയുന്നില്ല. ആ കഥയും കൂടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഒരു എഴുത്തുകാരനിൽ പൂർവ്വകാലങ്ങൾ വന്ന് ഒരുമിച്ച് ചേർന്ന് നമുക്കൊരു ശക്തി തരുന്നത്. പണ്ടും ഏകോദര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടാക്കി തരുന്നു. തൊഴിൽ പലതായിരിക്കാം, ഇടങ്ങൾ പലതായിരിക്കാം, പക്ഷേ എല്ലാ മൊഴികളും ഒന്നിൽ നിന്ന് വരുന്നത് പോലെ എല്ലാ ബന്ധങ്ങളും ഇതുപോലെ ഒരു ഏക സൗഹൃദത്തിലേക്ക്, ഏക ബന്ധുത്വത്തിലേക്ക്, മൈത്രിയിലേക്ക് ചെന്നെത്തണം എന്നൊരു പാഠം അതിലുണ്ട്. അതിനനുസരിച്ചാണ് എങ്ങനെയെന്നറിയില്ല, അതിനനുസരിച്ചാണ് അതിലെ വാങ്മയം രൂപപ്പെട്ടു വന്നത്. അതാണ് കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ. അവിടെ കോവിലുകൾ, ആ കോവിൽ ക്ഷേത്രം എന്നാണ് പൊതുവേ നമ്മൾ കരുതുന്നത്. ക്ഷേത്രത്തിൻ്റെ അർത്ഥം വേറെ, കോവിലിൻ്റെ അർത്ഥം വേറെ. എനിക്കെങ്ങനെ ഈ കോവിൽ അവിടെ വന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നു പോയതാണ്. നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ കിടക്കുന്ന പഴയ ബോധം ഉണർന്നു വന്നാണ് കോവിൽ എന്ന വാക്കിനെ അവിടെ കൊണ്ട് തന്നത്. അതാണ് എഴുത്തിൽ വരുന്ന ഒരു പ്രത്യേകത. പാവ് എന്ന വാക്കും പാവ് എന്ന് പറയുന്ന എന്നുള്ളത് അതും അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഈ തിണകളുടെ സ്വഭാവമുള്ള എഴുത്ത് കൃത്യമായിട്ട്, കുറിഞ്ചിയുടെയോ മറ്റുമൊക്കെ എഴുത്തുകൾ കൃത്യമായിട്ട് അപ്രതീക്ഷിതമോ അറിയാതെയോ ബോധത്തിലോ അബോധത്തിലോ സാറിന്റെ മനസ്സിലുണ്ട് അല്ലേ? ആ വരികൾ ഞാൻ ചൊല്ലട്ടാം. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതിതൻ വ്രതശുദ്ധി വടിവാർന്നൊരെന്നമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ താരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ. പല ദേശങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിൽ. ഒരു ജോഗ്രഫിയാണ്, ഒരു കർമ്മമണ്ഡലമാണ്, പ്രകൃതിയുടെ ഒരു കളിയാണ്. പുഴ ഒഴുകുന്നത് വെൺപാവ് പാടുന്നത് പോലെ. വെൺപാവ്, കലിത്തൊക ഒക്കെ തമിഴകത്തെ പാട്ട് രീതിയാണ്. പുഴ പാടി ഒഴുകുന്നത് വെൺപാവ് ഒഴുകുന്ന പോലെ. അതേസമയം ഊടും പാവും ചേർന്ന് മുണ്ടും അതേപോലെ നെയ്യും. അപ്പൊ അവിടെ രചകൻ മുണ്ടലക്കുന്നതും കൂടെ വരും. നെയ്തലിന്റെ വഴിയാണെന്നുള്ളത്. നെയ്തലിന്റെ വഴിയും കൂടെ. അങ്ങനെ ഒരു ദേശം ഒരുപാട് കാലങ്ങൾ, കർമ്മങ്ങൾ,
ഇതെല്ലാം വരികൾക്കകത്ത് എങ്ങനെയോ ഇണങ്ങി വന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ ചുരണ്ടിയെടുത്തിട്ടത് മധുബാലന്റെ ചോദ്യമാണ്. ഞാൻ- ഒരു നിരൂപകനും ഈ വരികൾ ഇങ്ങനെ അപഗ്രഥിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ